ചേട്ടാ നമസ്കാരം. നമസ്കാരം. തഹാവൂർ റാണ ഒടുവിൽ ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം NIA അയാൾ വന്ന് അയാളെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അത് വളരെ വൈറലായി. ആ ചിത്രത്തിനോടൊപ്പം തന്നെ ഒരു ട്വീറ്റും കൂടെ വൈറലായിട്ടുണ്ട്. 2011 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇട്ട ട്വീറ്റാണ്. US തഹാവൂർ റാണയെ നിരപരാധിയായി പ്രഖ്യാപിച്ചു. ആ സമയത്ത് നരേന്ദ്രമോദി ഇട്ടത് ഇത് ഇന്ത്യൻ സർക്കാരിന് ഒരു ഹ്യൂജ് സെറ്റ് ബാക്ക് ആണെന്നാണ്. അപ്പൊ 2011 മോദി ഇട്ട ആ ട്വീറ്റ്, അന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്, ഇട്ട ആ ട്വീറ്റ് കൂടെ ഇന്നലെ വൈറലായി. നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്ത് ഒരു US കോടതിയും ആരെയും, ഇന്ത്യയെ തൊട്ടവനാണെങ്കിൽ ആരെയും നിരപരാധിയായി പ്രഖ്യാപിക്കില്ല, അതിനുള്ള ഗട്ട്സ് അവർക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ട്വീറ്റ് വൈറലായത്. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ കൊച്ചിയിലൊക്കെ വന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഇയാളെ ഇനി അന്വേഷണം നടത്തണം, ഇയാളെ ചോദ്യം ചെയ്യണം, അങ്ങനെ പല പ്രൊസീജിയേഴ്സ് ഉണ്ട്. കാനഡയിലാണ് ഇയാൾ താമസിച്ചുകൊണ്ടിരുന്നത്. അമേരിക്കയുടെ സപ്പോർട്ട് ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. ഇപ്പോൾ വരുന്ന ഒരു കോൺസ്പിറസി എന്ന് പറയുന്നത്, ഒരു നിഗമനം എന്ന് പറയുന്നത്, ഇയാളെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇയാൾ ഉടനെ തന്നെ കൊല്ലപ്പെടും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ 26/11, അതായത് 2008 നവംബർ 26 നമ്മുടെ ഇന്ത്യയിൽ നടന്ന താജ് ഹോട്ടൽ ആക്രമണം, ഭീകരാക്രമണം, ഇതിൽ അമേരിക്കയ്ക്കും ഒരു പങ്കുണ്ട് എന്നാണ് പല ആൾക്കാരും അന്ന് തന്നെ പറയുന്നത്, ഇന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ അമേരിക്കയുടെ പങ്ക് വെളിപ്പെടുത്താൻ ഉതകുന്ന ഒരു തെളിവ് അമേരിക്ക ഇന്ത്യക്ക് കൈമാറുമോ എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കുമ്പോൾ തന്നെ ഇവർ പറയുന്നുണ്ട്, നിങ്ങൾ തഹാവൂർ റാണയെ ശ്രദ്ധിച്ചോ, അയാൾക്ക് വളരെയധികം ശാരീരികമായിട്ടുള്ള വിഷമതകളുണ്ട്. അയാളുടെ ബുദ്ധി, അയാളുടെ ഓർമ്മ പതിയെ പതിയെ മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഓർമ്മ മറയുന്ന ഒരാളെ നിങ്ങൾ എന്ത് പറഞ്ഞാണ് ചോദ്യം ചെയ്യുക, എന്ത് പറഞ്ഞാണ് ശിക്ഷിക്കുക എന്നുള്ള ഒരു നിഗമനം ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. പല ആൾക്കാരും പറയുന്നത് അമേരിക്ക ഇയാളെ സ്ലോ പോയിസൺ ചെയ്താണ് ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ നിഗമനങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? തഹാവൂർ റാണയെ ഇന്ത്യക്ക് കിട്ടിയിട്ട് യാതൊരു ഗുണവുമില്ലാതെ പോകുമോ? അത് എന്താ തോന്നുന്നത്? അല്ല, ധനുഷ് തന്നെ മുമ്പ് സൂചിപ്പിച്ചിട്ടൊരു കാര്യമുണ്ട്. ഈ ഓഷോ രജനീഷിനെ അമേരിക്ക ഇന്ത്യക്ക് കൈമാറുമ്പോൾ സ്ലോപോയിസൺ ഇഞ്ചക്ട് ചെയ്താണ് എന്നുള്ള ഒരു വിവരം അന്ന് ഉണ്ടായിരുന്നു. അത് ഓഷോ തന്നെയാണ് പറഞ്ഞത്. സാധ്യതകൾ കൂടുതലുണ്ട്. കാരണം ഇയാളുടെ കഥ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന റാണയുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ 2008 നവംബർ 26 ഈ ഭീകരാക്രമണം 170 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേര് മാരകമായി പരിക്കേൽക്കുകയും ചെയ്ത് വലിയൊരു ദുരന്തം. അതിനു മുമ്പ് റാണ, അതിനും 10 ദിവസം മുമ്പ് റാണ കൊച്ചി അടക്കം, ആഗ്ര അടക്കം, ദില്ലി അടക്കം പല ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ എത്തുകയും അവിടെ താമസിക്കുകയും വിവിധ കാര്യങ്ങൾ ഏർപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. ഈ റാണയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പാക് വംശജനാണ്. പാകിസ്ഥാൻ സേനയിൽ സേവനമനുഷ്ഠിച്ച ഒരു ഡോക്ടറാണ്. ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. ഈ മതം തലക്ക് പിടിച്ച്, തീവ്രവാദം തലക്ക് പിടിച്ച്, പ്രത്യേകിച്ച് അന്നൊരു കാർട്ടൂൺ പ്രവാചകനെതിരെ ഇറങ്ങിയിരുന്നു. എനിക്ക് ഡാനിഷ് പത്രമായിരുന്നു തോന്നുന്നു അതിന്റെ പത്രം, കാർട്ടൂൺ പുസ്തകം. ഇതിനകത്തുനിന്ന് അന്ന് ലോകം മുഴുവൻ ഒരു വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ ആ ഒരു പ്രതിഷേധത്തിന്റെ ഇതിലായിരുന്നു ഇയാൾ ഈ തീവ്രവാദത്തിലേക്ക് എത്തപ്പെട്ടതെന്നാണ് പറയുന്നത്. ഏതായാലും അതിനുശേഷം ഈ 2009 ആയപ്പോഴേക്കും ഇദ്ദേഹം കാനഡയിലേക്ക് കുടിയേറുന്നു, അവിടുത്തെ പൗരനാകുന്നു. കാനഡയിൽ നിന്നതിന് ശേഷമാണ് പിന്നീട് ഇദ്ദേഹം അമേരിക്കയിലേക്ക് ഷിക്കാഗോയിലോട്ട് കുടിയേറുന്നു. ഇവിടെ ഈ സ്ഫോടനത്തിന് ശേഷം ഇന്ത്യ അന്ന് 2008 നരേന്ദ്രമോദി ഒന്നല്ല ഇന്ത്യ ഭരിക്കുന്നത്, അന്ന് തന്നെ ഈ വിവരങ്ങൾ പുറത്തു പറഞ്ഞിരുന്നു. കാരണം വിദേശ കരങ്ങളിൽ ഉണ്ട് എന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു. വിദേശ കരങ്ങൾ ഉണ്ട് എന്ന് ഇന്ത്യ പറയുമ്പോൾ അത് പാകിസ്ഥാൻ മാത്രമല്ല, ഓൾറെഡി പാകിസ്ഥാൻ വിദേശ രാജ്യമാണ്. ഒപ്പം തന്നെ പാകിസ്ഥാന് ഒപ്പം തന്നെ മറ്റു ചില രാജ്യങ്ങൾ കൂടിയുണ്ട്. കാരണം ഈ ഭീകരവാദികൾ എന്ന് പറയുന്നത് ഈ മതത്തിന്റെ മാത്രം ഒരു ബേസിൽ ആക്രമണം നടത്തുന്നവരല്ല, മറ്റു ചില രാജ്യങ്ങളുടെ കൂടി ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അത്തരത്തിലും അവർ ആക്രമണം നടത്താറ്. പല രാജ്യങ്ങളിലും അത്തരത്തിലുള്ള ആക്രമണങ്ങൾ, ഭീകരതകൾ നടത്തിയിട്ടും. അപ്പൊ അമേരിക്ക ഉണ്ട് അതിന് പിന്നിൽ എന്നൊക്കെയുള്ള വലിയ വാദങ്ങളൊക്കെ അന്ന് ഉയർന്നിരുന്നു. പിന്നീട് ഈ കേസ് ഇങ്ങനെ ഇഴഞ്ഞ് മുമ്പോട്ട് പോവുകയും എല്ലാവരും മറക്കുകയും ചെയ്തു. പിന്നീടാണ് 2009 ആയപ്പോഴേക്കും പാകിസ്ഥാൻ അമേരിക്കൻ വംശജനായ ഹെറ്റ്ലിയെ അറസ്റ്റ് ചെയ്യുന്നു. അമേരിക്കയിലെ ഷിക്കാഗോ വിമാനത്താവളത്തിൽ വെച്ച് അമേരിക്കൻ പോലീസ് തന്നെ ഹെറ്റ്ലിയെ അറസ്റ്റ് ചെയ്തു. ഹെറ്റ്ലി ഒരു ഭീകര പ്രവർത്തനത്തിന് ഒരുങ്ങുന്ന സമയത്താണ് അവിടുത്തെ വിമാനത്താവളത്തിൽ വെച്ച് ഈ ഹെറ്റ്ലിയെ അറസ്റ്റ് ചെയ്തത്. ഈ ഹെറ്റ്ലിയാണ് ഈ പറയുന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരൻ എന്ന്. ഈ ഹെറ്റ്ലിക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ഒരുക്കിയത് മുഴുവൻ റാണയുമായിരുന്നു. ഇതാണ് ഇന്ത്യ പറയുന്ന ഇന്ത്യയുടെ പക്കലുള്ള പ്രധാന തെളിവ്. എന്നാൽ 2011 US കോടതി പറഞ്ഞത് റാണയ്ക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നാണ് പറഞ്ഞത്. കാരണം റാണയെ തുടക്കം മുതൽ തന്നെ അമേരിക്കൻ കോടതികളെല്ലാം കുറ്റവിമുക്തനാക്കുന്ന രീതിയിലായിരുന്നു വിധികൾ ചിലതൊക്കെ പുറപ്പെടുവിച്ചിരുന്നത്. ഇവർക്ക് പങ്കില്ല എന്ന് പറയുന്നു. 2009 ഹെറ്റ്ലിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഹെറ്റ്ലിയെ വിചാരണ ചെയ്യുന്നു.
ഹെഡ്ലിയെ വിചാരണ ചെയ്യുമ്പോഴാണ് ഹെഡ്ലി പറയുന്നത് എന്റെ ഒപ്പം റാണയും ഉണ്ടായിരുന്നു. അങ്ങനെ ഹെഡ്ലി ഉം. ഇന്ത്യയിലും ഹെഡ്ലിക്കെതിരെ കുറ്റപത്രമുണ്ട്. മുംബൈയിലെ ഒരു സ്പെഷ്യൽ കോടതിയിലേക്ക് ഹെഡ്ലി കോൾ കോൺഫറൻസ് വഴി വിചാരണ നേരിട്ടിരുന്നു. അവിടെയും ഹെഡ്ലി ഈ മൊഴി തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് റാണ പിടിയിലാകുന്നത്. പിന്നീട് റാണ ഈ 2009 ഹെഡ്ലിയെ പിടിക്കുമ്പോൾ തന്നെ ഹെഡ്ലി പറയുന്നുണ്ട് എന്റെ ഒപ്പം റാണ ഉണ്ടെന്ന്. അങ്ങനെ പിടിയിലാകുന്നു റാണ. റാണ പിടിയിലായ റാണയുടെ വിചാരണ സമയത്ത് അമേരിക്കൻ കോടതികൾ റാണയ്ക്ക് ഇതിൽ പങ്കില്ല എന്ന് പറയുന്നു. പിന്നീട് റാണയെ വിചാരണ ചെയ്ത് വരുന്നു, പലവട്ടം പോകുന്നു. ഒടുവിൽ ഇന്ത്യക്ക് കൈമാറുന്നതിനുള്ള ഒരു നീക്കം നടക്കുന്നു. പ്രത്യേകിച്ച് ഈ ഡൊണാൾഡ് ട്രംപ് വരികയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകത. അത് മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്ത് ഒക്കെ. അതായത് ഭീകര പ്രവർത്തനത്തെ വെച്ച് പൊറുപ്പിക്കില്ല, അത് എവിടെയായാലും അത് ഞങ്ങൾ ഒന്നിച്ച് ഇന്ത്യയും അമേരിക്ക ഒന്നിച്ച് കൈകോർക്കും എന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ റാണ ഇന്ത്യക്ക് കൈമാറാൻ ഒരു തീരുമാനമെടുക്കുന്നു. അപ്പോൾ ഈ US കോടതി, സുപ്രീം കോടതി റാണയുടെ അഭിഭാഷകൻ ഒരു അപേക്ഷ നൽകുന്നു, റാണ ഇന്ത്യക്ക് വിട്ടുകൊടുക്കരുത്, കാരണം റാണ ഒരു പാക് മുസ്ലിമാണ്, അതുകൊണ്ട് ഇന്ത്യയിൽ പോയ ഇന്ത്യൻ ജയിൽ ഇയാൾ പീഡനത്തിനിരയാകും. അത് മാത്രവുമല്ല അഭിഭാഷകൻ പറഞ്ഞ ഒന്നിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, പാർക്കിസൺസ് രോഗം റാണയ്ക്കുണ്ട്. രണ്ട്, കാർഡിയക് അന്യൂറിസം എന്ന് പറയുന്ന ഒരു രോഗം ഈ പറയുന്ന റാണയ്ക്കുണ്ട്. ബുദ്ധിശക്തി കുറയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മൂത്രാശയ ക്യാൻസർ ഉണ്ട്. അധികം നാൾ ഇന്ത്യയിൽ കൊണ്ടുപോയാലും അധികം നാൾ ഈ റാണ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞത് റാണയുടെ അഭിഭാഷകനാണ്. അത് US സുപ്രീം കോടതിയാണ് റാണയുടെ അഭിഭാഷകൻ ഇത് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു അപേക്ഷ സമർപ്പിച്ചത്, വിട്ടുകൊടുക്കുക എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി ചില ആളുകൾ നെഞ്ചുവേദനയൊക്കെ അഭിനയിച്ച് കിടക്കാറുണ്ട്. പക്ഷെ അത് നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ രാജ്യത്താണ്. അപ്പൊ നമുക്ക് അതിനുള്ള മെഡിക്കൽ സംവിധാനങ്ങളുണ്ട്, ഡോക്ടർമാരുണ്ട്. അവരുടനെ അതിനെ പരിശോധിച്ച് ഈ പറയുന്ന പ്രതി ആരോഗ്യവാനാണോ അല്ലയോ എന്നുള്ള സംവിധാനം നമുക്കുണ്ട്. പക്ഷെ ഇത് അമേരിക്കയിൽ വെച്ച് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഓഷോ രജനീഷിന്റെ കഥ നമ്മുടെ മുമ്പിലുണ്ട്, ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ ഏതെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള അനവധി ചോദ്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെയുള്ള ഒരു അപേക്ഷ, അതായത് പബ്ലിക്കിന് മുമ്പിൽ ലോകത്തോടാണ് ഇത് വിളിച്ചു പറയുന്നത്. ഇത്ര രോഗത്തിന് അടിമയാണ് ഈ 63 വയസ്സുകാരനായ തഹാവൂർ റാണ, അധികം നാൾ ജീവിച്ചിരിക്കില്ല എന്ന്. ഇതേ സെയിം ഡയലോഗാണ് ഓഷോ രജനീഷ് അമേരിക്കയിൽ അറസ്റ്റിലായതിനു ശേഷം മുംബൈയിലേക്ക് തിരിച്ചെത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്നെ ജയിലിലാക്കിയപ്പോൾ എന്തോ ഒന്നിന്റെ ദേഹത്ത് അമേരിക്ക ഇഞ്ചക്ട് ചെയ്തിരുന്നു. എന്താണ് അവർ ഇഞ്ചക്ട് ചെയ്തത് എന്ന് എനിക്കറിയില്ല. അവിടെയാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ധനുഷ് പറഞ്ഞ സ്ലോ പോയിസന്റെ സാധ്യതകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റാണ എന്ന് പറയുന്നത് വെറും ഒരു ഡമ്മിയാണ്. അതായത് യഥാർത്ഥ റാണയിൽ നിന്നെല്ലാം പോയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറയുന്നത് സത്യമാണെങ്കിൽ ബുദ്ധിശക്തി ഇല്ല എങ്കിൽ അയാൾക്ക് ഓർമ്മശക്തി ഉണ്ടാകില്ലല്ലോ. അപ്പൊ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുക പ്രയാസകരമായി. അപ്പോൾ വന്നതൊരു ഡമ്മി ആണോ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഇന്ത്യ കുറച്ചുകൂടി വിദഗ്ധമായി തന്നെയാണ് ഇതിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കിയത് എന്നുള്ളതാണ് ഒരു ആശ്വാസം ഇതിനകത്ത്. കാരണം അന്ന് ഈ കൊച്ചിയിലടക്കം ഈ റാണ വന്നു പോയിരുന്നു. അന്ന് NIA-യുടെ ഈ ഭീകരപ്രവർത്തനത്തിന് പ്രത്യേക സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കുന്ന സെല്ലിന്റെ തലവൻ നമ്മുടെ ലോക്നാഥ് ബെഹ്റയായിരുന്നു. അതായത് നമ്മുടെ മുൻ DGP ലോക്നാഥ് ബെഹ്റയായിരുന്നു. ലോക്നാഥ് ബെഹ്റ പറയുന്നത് അതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്, റാണ വന്നു പോയതിന്റെയും ആരെയൊക്കെ കണ്ടു എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ഈ NIA അടക്കമുള്ള ഏജൻസികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഭീകര സംഘടന 1-2 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ അവർ ക്ലോസ് ചെയ്യാറില്ല. നമ്മുടെ ഈ പോലീസിന്റെ സംവിധാനം അങ്ങനെയല്ല. ഇപ്പൊ ഒരു കേസിലെ പ്രതിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ അവിടെ കൊണ്ട് കേസ് ക്ലോസ് ചെയ്യും. പക്ഷെ NIA-യുടെ അങ്ങനെയല്ല. അവരുടെ ഏത് ഭീകരവാദ കേസുകളാണെങ്കിലും പ്രതികൾ അറസ്റ്റ് ചെയ്താൽ അവർ ആ ഫയൽ ക്ലോസ് ചെയ്യില്ല. അതിന്റെ അന്വേഷണം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാരണം ഈ കൊലക്കേസ് പോലെയല്ല ഈ ഭീകരവാദ കേസ്, അത് ഒരാളോ 2 പേരിലോ ഒതുങ്ങുന്നില്ല. അതിന് ചെയിൻ ഉണ്ടാകും. ഈ ചെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാശ്മീരിലാണ് ഒരു ഭീകരപ്രവർത്തനം നടക്കുന്നത്, ചിലപ്പോൾ അതിന്റെ ചെയിൻ കേരളത്തിലെ തിരുവനന്തപുരത്തോ കൊല്ലത്തോ ഒക്കെ ചിലപ്പോൾ ചെയിൻ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇവർ ഈ അന്വേഷണം പോയിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞ 17 വർഷമായിട്ട് തന്നെ ഈ അന്വേഷണം മുൻപോട്ട് പോവുകയും വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. അവിടെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ അടക്കമുള്ള ചിത്രങ്ങൾ റാണ പകർത്തിയിരുന്നെന്നും കേരളത്തിൽ ഭീകരവാദത്തിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് ഒഴുക്കിയത് റാണയാണ്. കാരണം റാണ മുംബൈയിലൊക്കെ ഒരു ഓഫീസും ഒക്കെ ഒരു എമിഗ്രേഷൻ സംബന്ധമായിട്ട് ഓഫീസും ഒക്കെ തുറക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഈ തെളിവുകളെല്ലാം ഉണ്ട്. ഒരുപക്ഷെ ഇനി അവശേഷിക്കുന്നത് ഇനിയിപ്പം റാണയുടെ കയ്യിൽ നിന്ന് പുതിയ തെളിവുകളൊന്നും എന്തെങ്കിലും ലഭിക്കുമോ എന്നറിയില്ല. ഒരുപക്ഷെ ഈ കിട്ടിയ ലഭ്യമായ തെളിവുകളിൽ ഒരു സ്ഥിരീകരണം വരുത്തുക എന്നുള്ളത് മാത്രമാണ് NIA-യുടെ പക്കൽ അവശേഷിക്കുന്ന ഒരു കാര്യം. കാരണം ഇത്രത്തോളം രോഗാതുരനാണ്, ബുദ്ധിശക്തി കുറഞ്ഞു തുടങ്ങി എന്നൊക്കെ തന്നെ പറയുന്നു. പിന്നെ അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു പ്രതിയാണ്,
സ്വാഭാവികമായി തന്നെ അമേരിക്കൻ സംശയത്തിന് നിഴൽ നിർത്തിയ ഒരുപാട് കോൺസ്പിറൻസി തിയറികൾ നിലനിൽക്കുമ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹത്തിന് ഒരു സ്ലോ പോയിസന്റെ ഒരു അംശം ഉണ്ടാകാം എന്ന് കരുതേണ്ടി വരും. ഏതായാലും ഇന്ത്യയെ ഉം. സംബന്ധിച്ച് ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങളും തെളിവുകളും ഒക്കെ നമ്മുടെ ഏജൻസിയുടെ കയ്യിലുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു രീതി അനുസരിച്ച് തെളിവുകൾ മാത്രമല്ലല്ലോ, അതിനൊരു സ്ഥിരീകരണം നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിലെ പ്രതി എന്ന് പറയുന്ന റാണയിൽ ഇനി വേണ്ട ഒരു കുറ്റസമ്മതം മാത്രമാണ്. ഒരുപക്ഷെ അത് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതല്ലാതെ കൊച്ചിയിൽ എവിടെ വന്നു എവിടെയാണ് വന്നു, ആരെയൊക്കെ കണ്ടു എന്ന് വെച്ചാൽ ഒരു പക്ഷേ റാണയ്ക്ക് പറയാൻ കഴിയില്ലായിരിക്കാം. പക്ഷെ ഏജൻസിയുടെ പക്കൽ അതിന്റെ സമഗ്രമായ ഒരു തെളിവുണ്ട്. ഇനി അതിനകത്ത് റാണ ഒരു യെസ് പറഞ്ഞാൽ മതിയാകും, പക്ഷെ റാണ അത്രയും 17 വർഷം മുമ്പുള്ള ഒരു കഥ ഓർത്തിരിക്കില്ല എന്നാണ് അയാളുടെ അഭിഭാഷകൻ, ഈ റാണയുടെ അഭിഭാഷകൻ US സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഏതായാലും വരും ദിവസങ്ങൾ നമുക്ക് കാത്തിരിക്കാം. 18 ദിവസമാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലുള്ളത്. പക്ഷെ നമ്മുടെ സർക്കാർ ഇവിടെ വന്നു കഴിയുമ്പോൾ ഏത് പ്രതിയാണെങ്കിലും മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്ന് മാത്രമല്ല, അജിത് ഡോവലിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ വലിയൊരു മെഡിക്കൽ സംഘം തന്നെ ഈ റാണയുടെ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടും പരിശോധിച്ചുകൊണ്ടും ചലനങ്ങളിൽ, ഇപ്പം ഒരാളിപ്പോ എനിക്ക് രോഗമുണ്ട് എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കത്തില്ലല്ലോ, എനിക്ക് അസുഖമുണ്ടെന്നാണ്. അതിന് പരിശോധനകളിലൂടെയും നാർക്കോ അനാലിസിസ് ടെസ്റ്റ് ഉണ്ട്, അങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളതിൽ കൂടെ നമ്മളത് തെളിയിച്ചെടുക്കും എന്നുള്ളതാണ്. പിന്നെ എല്ലാവരും പറയുന്നത് റാണയെ തൂക്കിക്കൊല്ലണം, പക്ഷെ ഞാൻ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരിക്കലും തൂക്കിക്കൊല്ലരുത്. പകരം ഇന്ത്യൻ ജയിലിൽ ഇട്ടിട്ട് ഇന്ത്യയുടെ ഈ ഓരോ സംഭവങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് ആ പീഡനങ്ങൾ മുഴുവൻ അയാൾ ആ ജയിലിൽ, കാരണം അമേരിക്കൻ ജയിലറുകളേക്കാൾ ദുരിതപൂർണമായ ഒരു ജീവിതം സമ്മാനിച്ച് വേണം, നരകിച്ച് വേണം മരിക്കാൻ എന്നുള്ളതാണ്. കാരണം ഒറ്റയടിക്ക് തൂക്കിക്കൊന്ന ഒരു സുഖമാണത്, വെടിവെച്ച് കൊല്ലപ്പെടുകയും തൂക്കിക്കൊല്ലുകയും ഒക്കെ ഒരു സുഖമുള്ളത്. അങ്ങനെയല്ല, നരകിച്ച് മരിക്കുക എന്നുള്ള രീതിയിലേക്ക് വേണം ഇങ്ങനെയുള്ളവരെ കൊണ്ടുപോകാൻ. വർഷങ്ങളോളം അതിൽ കിടന്ന് പുഴുത്ത് മനസ്സും ശരീരവും ഒക്കെ മരവിച്ച് കുറ്റബോധം വരുമോ എന്നറിയില്ല, എങ്കിലും അങ്ങനെ വന്നാൽ നല്ലതായിരിക്കും. ഹിന്ദു പുരാണം അനുസരിച്ചാണെങ്കിൽ മോക്ഷം കിട്ടും പശ്ചാത്താപത്തിൽ എന്നാണ് പറയുന്നത്. എല്ലാ മതത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. ഏതായാലും ഇതാണ്. അതുകൊണ്ട് ഇത് എത്രത്തോളം ആകും എന്നുള്ളത് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് ഒരു സാധ്യത മാത്രമാണ്. കാരണം നമ്മുടെ മുമ്പിലുള്ളത് ഓഷോ രജനീഷിന്റെ ഒരു ഇതാണ് ഉള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന റാണയുടെ അഭിഭാഷകൻ US സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് ആണ്. ഈ രണ്ട് കാര്യങ്ങളാണ്. ഇത് 2011 അമേരിക്കയിലെ കോടതികൾ നിരപരാധിയാണെന്ന് പറഞ്ഞതാണ്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു കോൺസ്പിറൻസി തിയറി പോലെ മറ്റൊന്നെന്ന് പറയാൻ പറ്റും. സത്യമാണോ കള്ളമാണോ എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാനും കഴിയും. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.